നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേച്ചേരി മേഖലയിൽ വീണ്ടും ബസ് അപകടം. സ്വകാര്യ ബസും KSRTC ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് 15 പേർക്ക് പരിക്കേറ്റു. KSRTC ഡ്രൈവറുടെ നില ഗുരുതരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയായ സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതിക്ക് എടക്കഴിയൂരിൽ തുടക്കമാകുന്നു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. സംസ്ഥാന പാതയിൽ പാറയമ്പാടം മേഖലയിൽ പൈപ്പ് പൊട്ടി റോഡ് തകരുന്നത് ശാശ്വതമായി ഒഴിവാകുന്നു. KSTP കുറ്റിപ്പുറം തൃശൂർ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാറയമ്പാടത്ത് പൊട്ടിയ പൈപ്പ് നിലവിൽ ഉപയോഗിച്ചു വരുന്ന പഴയ ലൈനിലേതാണെന്നും പുതിയ പൈപ്പ് ലൈനിലേക്ക് കണക്ഷൻ നൽകുന്നതോടെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നും KSTP അധികൃതർ. പഴഞ്ഞിയിൽ ഗവൺമെന്റ് സ്കൂളിന് സമീപം റോഡിൽ കോൺക്രീറ്റ് മിക്സിംഗ് ലോറി ചെരിഞ്ഞു. വലിയ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. റോഡിലെ അപകടസ്ഥിതി ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിശദമായ വാർത്തയിലേക്ക്. കേച്ചേരി മേഖലയിൽ വീണ്ടും ബസ് അപകടം. സ്വകാര്യ ബസും KSRTC ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് 15 പേർക്ക് പരിക്കേറ്റു. KSRTC ഡ്രൈവറുടെ നില ഗുരുതരമാണ്. തൂവാനൂർ പാലത്തും ഭഗവതി ക്ഷേത്രത്തിന് സമീപമാണ് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസും KSRTC ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ചത്. 15ഓളം പേർക്ക് പരിക്കേറ്റു. KSRTC ബസ് ഡ്രൈവർക്ക് ഗുരുതര പരിക്കുണ്ട്. വൈക്കം TV പുരം സ്വദേശി മണ്ണാട്ടി വീട്ടിൽ പ്രസാദ് ഭാര്യ ആഷ്ലി, പാലക്കാട് ആനക്കര സ്വദേശികളായ ചോലയിൽ വീട്ടിൽ നാരായണൻ ഭാര്യ സുധ, മകൾ നവ്യ, കുറ്റിപ്പുറം സ്വദേശി പേരോയി വീട്ടിൽ മോഹനൻ ഭാര്യ രാജലക്ഷ്മി, ആലപ്പുഴ പുന്നപ്ര സ്വദേശികളായ പുതുശ്ശേരിച്ചിറ വീട്ടിൽ ഭാസ്കരൻ പിള്ള മകൻ പത്മകുമാർ, ഭാര്യ ദീപ, മകൾ ഗായത്രി, കോട്ടപ്പടി കാരിക്കുളം സ്വദേശി ചീരൻ വീട്ടിൽ ലാസർ ഭാര്യ ത്രേസ്യ, കോട്ടപ്പടി തഴിശ്ശേരി സ്വദേശി കൊട്ടിലിങ്ങൽ വീട്ടിൽ മുഹമ്മദ് മകൻ ഷെരീഫ് എന്നിവരെ അമല ആശുപത്രിയിലും മറ്റു പരിക്കേറ്റവരെ കാണിപ്പയ്യൂർ യൂണിറ്റി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് അപകടമുണ്ടായത്. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന KSRTC ലോ ഫ്ലോർ ബസും കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വിനോദ് എന്ന സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സബ് ഇൻസ്പെക്ടർ വൈശാഖിന്റെ നേതൃത്വത്തിലുള്ള കുന്നംകുളം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തിയതിനെ തുടർന്ന് സ്വകാര്യ ബസ് റോഡിൽ നിന്ന് നീക്കം ചെയ്തു. KSRTC ബസ് റോഡിൽ നിന്നും നീക്കം ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. അപകടത്തിൽ ഇരു ബസ്സുകളും തകർന്ന അവസ്ഥയിലാണ്. സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടമുണ്ടായത്. ചാവക്കാട് സെന്ററിൽ വീണ്ടും അപകടം. ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചു. ബൈക്ക് യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. വൈകിട്ട് 6 മണിയോടെയാണ് അപകടമുണ്ടായത്. ബൈക്ക് പൂർണ്ണമായും തകർന്നു. അപകടം നടക്കുമ്പോൾ 2 ഹോംഗാർഡുകൾ സ്ഥലത്തുണ്ടായിരുന്നു. ചേറ്റുവ റോഡിൽ നിന്നും ബീച്ച് റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് ഡിവൈഡറുകൾ സ്ഥാപിച്ച് അപകടത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയായ സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതിയുടെ ശിലാസ്ഥാപനം എടക്കഴിയൂരിൽ നടത്തി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ മുഖേനയാണ് അതിന്റെ സംവിധാനം ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, കിസാൻ സമ്മാൻ നിധി നമ്മുടെ കൃഷി ഭവനിൽ കൂടെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമായിട്ടെടുത്ത് നാളെ ഒരിക്കൽ ഒരു 3 വർഷമോ 4 വർഷമോ കഴിഞ്ഞ് അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ചെല്ലുന്ന അവസരത്തിൽ നിങ്ങൾ മത്സ്യപ്രവർത്തകരാണ് എന്ന് തെളിയിക്കേണ്ടി വരും. കാരണം ആനുകൂല്യങ്ങൾ കിട്ടുന്ന അവസരത്തിൽ അത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി അനേകം ആൾക്കാർ രംഗത്ത് വരും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരോട് സമീപിച്ചു കഴിഞ്ഞാൽ അവരെ രജിസ്റ്റർ ചെയ്തു തരും, അല്ലെ അതിൻ്റെ സംവിധാനം ചെയ്തു തരും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. NK അക്ബർ MLA തറക്കല്ലിടൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്ക് ജീവനോപാധികൾ വിതരണം ചെയ്യുന്നതിനുമായി 6,91,56,000 രൂപയുടെ പദ്ധതികളാണ് മത്സ്യഗ്രാമത്തിൽ നടപ്പിലാക്കുന്നത്. ഇതിൽ 3.57 കോടി രൂപ കേന്ദ്രവിഹിതവും 3.34 കോടി രൂപ സംസ്ഥാന വിഹിതവും 6.91 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഘടക പദ്ധതിയായി നടപ്പിലാക്കുന്ന മത്സ്യഗ്രാമം പദ്ധതി തീരദേശ ഗ്രാമങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ സമഗ്ര പുരോഗതി കൈവരിക്കുന്നതിന് ലക്ഷ്യമിടുന്നു. പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനത്തു നിന്നും തെരഞ്ഞെടുത്ത 9 തീരദേശ ഗ്രാമങ്ങളിൽ എടക്കഴിയൂരിനെയാണ് തൃശൂർ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുത്തിട്ടുള്ളത്.
ചടങ്ങിൽ കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് റീജിയണൽ മാനേജർ KG രമേശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. പൊന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിഹാബ്, പൊന്നിയൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ MK അറഫാത്ത്, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും മത്സ്യത്തൊഴിലാളികളും പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയിലെ കുടുംബശ്രീ അംഗങ്ങൾക്ക് നൽകുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. ടൗൺഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ 71 കുടുംബശ്രീ സംഘങ്ങളിലെ 827 പേർക്കായി 6 കോടി രൂപയാണ് മൈക്രോ ക്രെഡിറ്റ് വായ്പാ വിതരണം നടത്തുക. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് K പ്രസാദ് മുഖ്യാതിഥിയായി. പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ PN വേണുഗോപാൽ വായ്പാ പദ്ധതി വിശദീകരണം നടത്തി. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ, AM ഷഫീർ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ മാസ്റ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലീൽ, മെമ്പർ സെക്രട്ടറി ജിഫി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. പഴഞ്ഞിയിൽ കോൺക്രീറ്റ് മിക്സിംഗ് ലോറി ചെരിഞ്ഞു. വലിയ അപകടം തലനാരിഴയ്ക്കാണ് ഒഴിവായത്. റോഡിലെ അപകടസ്ഥിതി ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പഴഞ്ഞി ഗവൺമെന്റ് ഹൈസ്കൂളിന് സമീപത്തുള്ള സുരേന്ദ്ര ഹോട്ടലിന് മുന്നിൽ വെള്ളിയാഴ്ച വൈകിട്ട് 7ഓടെയാണ് സംഭവം. സമീപത്ത് നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലേക്ക് കോൺക്രീറ്റ് മിക്സിംഗിനായി എത്തിയ കൂറ്റൻ ലോറിയാണ് ഹോട്ടലിന് മുന്നിൽ നിർത്തിയതോടെ ചെരിഞ്ഞത്. ഹോട്ടൽ തുറക്കാത്തതും സമീപത്ത് മറ്റു വാഹനങ്ങളില്ലാതിരുന്നതും അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കി. ക്രെയിൻ സർവീസ് എത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ ലോറി ഉയർത്താൻ കഴിഞ്ഞില്ല. മറ്റൊരു ക്രെയിൻ എത്തിച്ച് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് ലോറി ഉയർത്താനായത്. കുന്നംകുളത്ത് നിന്ന് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് BMBC നിലവാരത്തിൽ നിർമ്മിച്ച റോഡ് പൊളിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു. തുടർന്ന് റോഡ് ടാർ ചെയ്തില്ല. ഈ ഭാഗത്ത് റോഡിന്റെ പ്രതലം അപകട ഭീഷണി ഉയർത്തും വിധമായിരുന്നു. ഇരുചക്രവാഹനങ്ങൾ പലതും അപകടത്തിൽപ്പെട്ടിരുന്നു. CCTV ഇത് സംബന്ധിച്ച വാർത്ത നൽകിയിരുന്നു. ഈ ഭാഗത്താണ് ലോറി താഴ്ന്നത്. ലോറി ഉയർത്തിയെങ്കിലും ഈ ഭാഗത്തെ പ്രതലം വീണ്ടും താഴ്ന്നതോടെ അപകട സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. റോഡിന്റെ എതിർവശത്ത് സ്വകാര്യ ടെലികോം കമ്പനിയുടെ കേബിളുകൾ സ്ഥാപിച്ചതിന്റെ ഭാഗമായി റോഡ് ഇടിഞ്ഞു നിൽക്കുന്ന സ്ഥിതിയുമുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തി അപകടസ്ഥിതി മനസ്സിലാക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന പഴഞ്ഞി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്താണ് ഇത്തരത്തിൽ അപകടാവസ്ഥയുള്ളത്. റോഡരികിലെ കാനയ്ക്കു മുകളിലൂടെ സ്ലാബിട്ടാൽ നടപ്പാതയാകുന്ന സാഹചര്യം പരിഗണിച്ച് അക്കാര്യത്തിൽ നടപടി വേണമെന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. വാർഡ് മെമ്പർ ഷാജൻ മാസ്റ്റർ, സ്കൂൾ PTA പ്രസിഡന്റ് സാബു വൈനൂർ എന്നിവർ വിഷയത്തിൽ സജീവമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അക്കിക്കാവ്, പെരുമ്പിലാവ്, പാറേമ്പാടം മേഖലകളിൽ ഗതാഗത തടസ്സമുണ്ടാകുമ്പോൾ എല്ലാ വാഹനങ്ങളും വരുന്ന മേഖല കൂടിയായതിനാൽ വിഷയത്തിൽ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. പോർക്കുളം പഞ്ചായത്ത് 12-ാം വാർഡിൽ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. അംഗീകൃത ഷൂട്ടർ മുകേഷിന്റെ നേതൃത്വത്തിലാണ് പന്നിയെ വെടിവെച്ചത്. ഗ്രാമസഭകളിൽ പൊതുജനങ്ങൾ നിരന്തരം കാട്ടുപന്നി ശല്യം ഉന്നയിച്ചതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് വനം വന്യജീവി വകുപ്പിന്റെ അംഗീകൃത ഷൂട്ടർമാരുടെ ലിസ്റ്റ് ശേഖരിക്കുകയും പൊതുജനങ്ങൾക്ക് അവരെ ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പർ അടക്കം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികളെ കാണുകയാണെങ്കിൽ മെമ്പർമാരും പൊതുജനങ്ങളും അംഗീകൃത ഷൂട്ടർമാരെ ബന്ധപ്പെടേണ്ടതാണെന്ന് സെക്രട്ടറി അറിയിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തികളുടെ അവലോകന യോഗം ചേർന്നു. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ വിവിധ പദ്ധതികളുടെ സ്ഥിതി ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. കാട്ടകാമ്പാൽ റോഡ് ടെൻഡർ നടപടിക്രമങ്ങൾ പൂർത്തിയായതായും പട്ടിത്തടം റോഡിന് 180 ലക്ഷം രൂപ ശബരിമല പാക്കേജിൽ അനുവദിച്ചിട്ടുള്ളതായും റോഡ്സ് വിഭാഗം അറിയിച്ചു. മരത്തങ്കോട് സ്കൂൾ ചുറ്റുമതിലിന് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 30 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ഭരണാനുമതിക്കായി അയച്ചതായി കെട്ടിട വിഭാഗം അറിയിച്ചു. പെങ്ങാമുക്ക് സ്കൂൾ, കടങ്ങോട് പാറപ്പുറം സ്കൂൾ, കലശമല എക്കോ ടൂറിസം സെന്റർ എന്നിവിടങ്ങളിൽ പുതുതായി തുക അനുവദിക്കാനാവശ്യമായ DPR തയ്യാറാക്കാൻ MLA ആവശ്യപ്പെട്ടു. KSTP കുറ്റിപ്പുറം തൃശൂർ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാറേമ്പാടത്ത് പൊട്ടിയ പൈപ്പ് നിലവിൽ ഉപയോഗിച്ചു വരുന്ന പഴയ ലൈനിൻ്റേതാണെന്നും പുതിയ പൈപ്പ് ലൈനിലേക്ക് കണക്ഷൻ നൽകുന്നതോടെ അത്തരം പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നും KSTP വാട്ടർ അതോറിറ്റി അധികൃതർ അറിയിച്ചു. 17 കോടി രൂപ അടങ്കലിലാണ് പെരുമ്പിലാവ് മുതൽ കുന്നംകുളം വരെ പുതിയ പൈപ്പിംഗ് നടക്കുന്നത്. കേച്ചേരി അക്കിക്കാവ് ജംഗ്ഷൻ വികസനത്തിനായി ഭൂമി വിട്ടു നൽകിയവർക്കുള്ള പാക്കേജ് 1 മാസത്തിനകം വിതരണം ചെയ്യൽ ആരംഭിക്കണമെന്ന് MLA കർശന നിർദ്ദേശം നൽകി. കുന്നംകുളം ജംഗ്ഷൻ വികസന വിജ്ഞാപനത്തിന്റെ നോട്ടീസ് നൽകി വരികയാണെന്നും
60 ദിവസം പൂർത്തിയായാൽ സർവേ നടപടികൾ ആരംഭിച്ച് ഭൂമി ഏറ്റെടുക്കൽ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാമെന്നും കിഫ്ബി ലാൻഡ് അക്വിസിഷൻ ഓഫീസ് അറിയിച്ചു. റിംഗ് റോഡ് വികസനത്തിനായുള്ള സാമൂഹിക ആഘാത പഠനത്തിനായി 4-1 വിജ്ഞാപനത്തിനായി വിവരങ്ങൾ സർക്കാരിലേക്ക് സമർപ്പിച്ചതായും തഹസിൽദാർ അറിയിച്ചു. PW റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീത രവീന്ദ്രൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PI രാജേന്ദ്രൻ, TR ശോഭി, മീന സാജൻ, CMT നോഡൽ ഓഫീസറായ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അനിതകുമാരി SR, പൊതുമരാമത്ത്, നിരത്തുകൾ, കെട്ടിടങ്ങൾ, പാലങ്ങൾ, മെയിനസ് വിഭാഗം ഉദ്യോഗസ്ഥർ, KRFB, KSTP ഉദ്യോഗസ്ഥർ, KSEB, വാട്ടർ അതോറിറ്റി, സർവേ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. അകലാട് വിൽപ്പനയ്ക്കെത്തിച്ച 400 ഗ്രാം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിൽ. മുർഷിദാബാദ് സ്വദേശി 71 വയസ്സുള്ള അഹമ്മദ് അലിയെയാണ് വടക്കേക്കാട് SHO MK രമേശ്, SI PP ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഇയാൾ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചിരുന്നുവെന്ന് നേരത്തെ വിവരമുണ്ടായിരുന്നു. അകലാട് ബദർപ്പള്ളി അടിപ്പാതയ്ക്ക് സമീപം കഞ്ചാവ് കൈമാറാനായി എത്തിയപ്പോഴാണ് പിടിയിലായത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ബാലഗോകുലം ഗുരുവായൂരിൽ സംഘടിപ്പിക്കുന്ന മഹാഗോപൂജ സെപ്റ്റംബർ 2 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെപ്റ്റംബർ 2 വൈകിട്ട് 4 മണിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലാണ് ഗോപൂജ. പൂജിക്കാനുള്ള ഗോക്കളെ കൃഷ്ണവേഷങ്ങളുടെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടെ AUP സ്കൂൾ പരിസരത്തു നിന്നും ആനയിക്കും. ഗോപൂജയ്ക്ക് ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, ഓദിക്കൻ മുന്നൂലം നീലകണ്ഠൻ നമ്പൂതിരി, മുൻ മേൽശാന്തിമാരായ പുതുമന ശ്രീജിത്ത് നമ്പൂതിരി, കിരൺ നമ്പൂതിരി, കീഴ്ശാന്തി കീഴടം രാമൻ നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകും. തുടർന്ന് സമൂഹ ആരാധന നടക്കും. സാംസ്കാരിക സമ്മേളനം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. PS പ്രേമാനന്ദൻ അധ്യക്ഷത വഹിക്കും. ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ R പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. മൗനയോഗി സ്വാമി ഹരിനാരായണൻ, സ്വാമി സന്മയാനന്ദ സരസ്വതി എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ബാലഗോകുലം ഗുരുവായൂർ ജില്ലാ അധ്യക്ഷൻ PS നാരായണൻ, റവന്യൂ ജില്ലാ ഉപാധ്യക്ഷൻ KM പ്രകാശൻ, മുഖ്യ സംയോജകൻ MS രാജൻ, കാര്യദർശി TK ബാലൻ, സഹകാര്യദർശി C മാധവപ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഞായറാഴ്ച 220-ലധികം വിവാഹങ്ങൾ. വിവാഹ തിരക്കും പൊതു അവധിയുടെ തിരക്കും പ്രമാണിച്ച് പുലർച്ചെ 5 മുതൽ എല്ലാ വാഹനങ്ങൾക്കും വൺ വേ ബാധകമായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ഗുരുവായൂർ ഇന്നർ ഔട്ടർ റോഡുകളിൽ എല്ലാ വാഹനങ്ങൾക്കും ഞായറാഴ്ച രാവിലെ 5 മണി മുതൽ വൺ വേ നിയന്ത്രണം ഏർപ്പെടുത്തി. വിവാഹ തിരക്കും ഓണം അടുത്തതോടെ വരാവുന്ന ഭക്തജന ബാഹുല്യവും കണക്കിലെടുത്താണ് പോലീസ് നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് ടെമ്പിൾ SHO അറിയിച്ചു. മത്സ്യബന്ധനത്തിനിടെ മത്സ്യത്തൊഴിലാളി കുഴഞ്ഞു വീണു മരിച്ചു. എടക്കഴിയൂർ കാജ കമ്പനിക്ക് പടിഞ്ഞാറു ഭാഗം തയ്യിൽ കുഞ്ഞിമോൻ മകൻ 59 വയസ്സുള്ള നൂറുദ്ദീനാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 8:30-യോടെയാണ് സംഭവം. പുത്തൻകടപ്പുറം സ്വദേശി ബുഹാരു എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ഉള്ളാളം എന്ന പേരിലുള്ള വള്ളത്തിൽ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ ദേഹാസ്വസ്ഥത അനുഭവപ്പെടുകയും ഉടൻ കുഴഞ്ഞു വീഴുകയുമായിരുന്നു. ഉടനെ വള്ളം കരയ്ക്കടുപ്പിച്ച് ലൈഫ് കെയർ ആംബുലൻസ് സർവീസ് പ്രവർത്തകർ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഫാത്തിമ ഭാര്യയാണ്. റൌഫ്, റംഷീദ്, റാസിഖ്, ഷെഫീഖ് എന്നിവർ മക്കളാണ്. ഖബറടക്കം എടക്കഴിയൂർ ജുമാ മസ്ജിദിൽ നടത്തി. ഭരണസമിതി യോഗം തടസ്സപ്പെടുത്തി പ്രതിഷേധിച്ച പഞ്ചായത്ത് അംഗത്തിന്റെ നടപടി പരിഹാസ്യമെന്ന് കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൗക്കത്ത്. കഴിഞ്ഞ ദിവസം നടന്ന ഭരണസമിതി യോഗത്തിലാണ് തന്റെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതി തടസ്സം നിൽക്കുകയാണെന്നാരോപിച്ച് വാർഡ് മെമ്പർ സെമീറ ഷെരീഫ് നടുത്തളത്തിലിറങ്ങി ബാനർ ഉയർത്തി പ്രതിഷേധിച്ചത്. മെമ്പറുടെ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ദുഷ്പ്രചരണങ്ങൾ മാത്രമാണെന്ന് പ്രസിഡന്റ് പ്രതികരിച്ചു. ഒരു വാർഡിനോടും അവഗണനയില്ല. MP ഫണ്ട് വാങ്ങിയതിന്റെ പേരിൽ മെമ്പറെ പാർട്ടി ഗ്രൂപ്പിൽ നിന്നും പുറത്താക്കിയതിന്റെ പരിഭവം പഞ്ചായത്ത് ഭരണസമിതിയോട് കാണിക്കുന്നതിൽ അർത്ഥമില്ല. റോഡിന് ഭരണാനുമതി നൽകുന്നതിന് യാതൊരു കാലതാമസവും വരുത്തിയിട്ടില്ല. റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടില്ലെന്നും ഇത് പൂർത്തിയാകുന്ന മുറയ്ക്ക് തുടർ പ്രവൃത്തികളും നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. ഒരു വാർഡിനോടും പഞ്ചായത്ത് കമ്മിറ്റി ഒരു അവഗണനയും കാണിച്ചിട്ടില്ല. മറ്റു പഞ്ചായത്തുകളെ അപേക്ഷിച്ച് എല്ലാ വാർഡുകളെയും നല്ല രീതിയിൽ തന്നെ പരിഗണിച്ചുകൊണ്ടാണ് എല്ലാവിധ പദ്ധതികളും നമ്മൾ ആവിഷ്കരിക്കുന്നത്. നല്ല രീതിയിലുള്ള പദ്ധതികൾ ഓരോ വാർഡിലും നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ അറിയാം. എല്ലാ വാർഡിലും നമ്മൾ ഓരോ പദ്ധതികൾക്കും വേണ്ട രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പറയുന്ന 9ാം വാർഡിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പദ്ധതിയിൽ വെച്ചുകൊണ്ടാണ് അവരുടെ അംഗനവാടിക്ക് 3 സെന്റ് സ്ഥലം നമ്മൾ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം നമ്മൾ എടുത്തത്. മാത്രമല്ല മെമ്പർ തന്നെ അവരുടെ ഗ്രാമസഭകളിൽ നമ്മൾ നൽകിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ സംസാരിച്ചിട്ടുള്ളതാണ്.
ഇപ്പോൾ ഈ ഒരു സമയത്ത് രാഷ്ട്രീയ പ്രേരിതമെന്ന് തന്നെ പറയാം, ഇലക്ഷനെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ദുഷ്പ്രചരണമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. തീർത്തും പരിഹാസ്യമാണ്. നമുക്കിതിൽ വേറെ ഒന്നും പറയാനില്ല. നൂറുകണക്കിന് കാക്കകളുമായി ചാലിശ്ശേരി ക്ഷേത്ര മൈതാനിയിൽ അപൂർവ സൗഹൃദ വലയം തീർത്ത് കബീർ. ചാലിശ്ശേരി ക്ഷേത്ര മൈതാനത്തെ നൂറുകണക്കിന് കാക്കകളുമായുള്ള കബീറിന്റെ സൗഹൃദം സഹജീവി സ്നേഹത്തിന്റെ അപൂർവ കാഴ്ചയാകുന്നു. ഇന്നും ചാലിശ്ശേരി മുലിയമ്പറമ്പ് ക്ഷേത്രപ്പറമ്പിൽ പ്രഭാത നടത്തത്തിന് വരുന്ന കബീർ കാക്കകൾക്ക് പതിവായി തീറ്റ കൊടുക്കും. ആ സമയത്ത് കാക്കകൾ കൂട്ടമായി കബീറിന്റെ സൗഹൃദ വിരുന്നിനായി വന്നുചേരുന്ന മനോഹര കാഴ്ചയാണ് നാട്ടുകാരിൽ കൗതുകമുണർത്തുന്നത്. ഞാനൊരു രസം തോന്നാൻ ഒരാളിനും കൊടുത്ത് കിട്ടുന്നത് കണ്ടപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഇട്ട് എന്തുണ്ടാവുന്നില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ആദ്യം 2 കാക്ക വന്നു, പിന്നെ എല്ലാവരും കൂടെ വന്നു തുടങ്ങി എല്ലാം കൂട്ടി. ചാലിശ്ശേരി സെന്ററിൽ കാർ ഡ്രൈവറായി ജോലി ചെയ്യുന്ന കബീറിന്റെ സഹജീവി സ്നേഹം തീർത്തും മാതൃകാപരമാണെന്നാണ് നാട്ടുകാരുടെയും അഭിപ്രായം. കബീർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാൽ മതി, കബീറിന്റെ വണ്ടി കണ്ട കാക്കകൾ പിന്നാലെ കൂടി. കബീർ സ്ഥിരമായിട്ട് നമ്മൾ ഇവിടെ വർക്കൗട്ടിന് എല്ലാ ദിവസവും വരുന്നതാണ്. സ്ഥിരമായിട്ട് കാക്കകളുടെ കബീറിന്റെ വലിയ തോഴനാണ് കാക്കകൾ. അത് നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. കുറേ കാലമായി ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ചുരുങ്ങിയത് 2 മാസത്തോളമായി ഇപ്പോൾ ഇത് കാണാൻ തുടങ്ങിയിട്ട്. ഇങ്ങനെ എന്നും പതിവ് തെറ്റാതെ കബീർ കാക്കകൾക്ക് തീറ്റയുമായി മൈതാനത്തെത്തുകയും കാക്കകൾ കൂട്ടമായി ആ സമയം കബീറിന് ചുറ്റും കൂടുന്നത് പതിവ് കാഴ്ചയാവുകയാണ്. ഒരേ സമയം 100ഓളം കാക്കകളാണ് കബീറിന് ചുറ്റും സൗഹൃദ വലയം തീർക്കാനെത്താറുള്ളത്. കബീറിന്റെ സഹജീവി സ്നേഹം കാക്കകളോട് മാത്രമല്ല, ദിവസവും വീടിനടുത്തുള്ള കിളികൾക്കും പൂച്ചകൾക്കും പതിവായി തീറ്റ കൊടുക്കാറുമുണ്ട്. സൗമ്യനായ കബീറിന്റെ സഹജീവി സ്നേഹം നാടെങ്ങും മികച്ച മാതൃകയും പ്രചോദനവുമാണ് സൃഷ്ടിക്കുന്നത്. കബീറക്കയുടെ വാഹനത്തിന്റെ ബൈക്കിന്റെ സൗണ്ട് കേട്ടാൽ, ഹോൺ കേട്ടാൽ നൂറുകണക്കിന് വരുന്ന കാക്കകൾ കബീറക്കയുടെ കയ്യിൽ നിന്നും വരുന്ന ആ ബിസ്ക്കറ്റ് കഷ്ണങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഓടിക്കൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കബീർക്ക് ഒരു ടാക്സി ഡ്രൈവറാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ, ഇപ്പോൾ വെയിലായാലും മഴയായാലും ഏത് കാലാവസ്ഥയിലും നമ്മൾ ഒരു ദിവസം പോലും മുടങ്ങുന്നതായിട്ട് കണ്ടിട്ടില്ല. എന്തായാലും കബീർക്കയുടെ ഈ നല്ല മനസ്സ് സഹജീവി സ്നേഹത്തിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല ഒരു മാതൃകയാക്കി മാറ്റാൻ പറ്റും. സ്കൂൾ പാചക തൊഴിലാളികളെ ആദരിക്കുന്ന ക്യാമ്പയിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം പുന്നയൂർക്കുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ ഓണ സന്ദേശം നൽകി. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ T രാധ മുഖ്യപ്രഭാഷണവും ചാവക്കാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ VB സിന്ധു ആമുഖ പ്രഭാഷണവും നടത്തി. പ്രധാനാധ്യാപകൻ KL മനോഹിത് പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ശോഭ പ്രേമൻ, PTA പ്രസിഡന്റ് സ്നേഹ് മോഹൻ, ചാവക്കാട് BPC MT സംഗീത, ജില്ലാ നൂൺ മിൽ സൂപ്പർവൈസർ VP പ്രിയ, ചാവക്കാട് നൂൺ മിൽ ഓഫീസർ ജിൻസ് ലാസറസ്, SMC ചെയർമാൻ KV അജീഷ്, MPTA പ്രസിഡന്റ് BS സ്വാഗി, സ്റ്റാഫ് പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പാചക തൊഴിലാളികളായ ജലജ, KV സിനി, MK കമലു എന്നിവരെയാണ് ഓണപ്പുടവ നൽകി ആദരിച്ചത്. ഓണസദ്യയും ഓണാഘോഷവും ഉണ്ടായിരുന്നു. ലോക കൊതുക് ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ നടത്തി. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി അനുബന്ധ പരിപാടികളുമുണ്ടായി. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാരി ശിവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി വിഷയാവതരണം നടത്തി. ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ അൽജോസി ചെറിയാൻ ദിനാചരണ സന്ദേശം നൽകി. പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ഹരിദാസൻ, മെമ്പർമാരായ മുഹമ്മദ് ഷാഫി, സിന്ധു ബാലൻ, TS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. G സന്തോഷ് സ്വാഗതവും പഴഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ ER ശ്രീകാന്ത് നന്ദിയും പറഞ്ഞു. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസ്, പഴഞ്ഞി കുടുംബാരോഗ്യ കേന്ദ്രം, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് കൊതുക് ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചത്.
ജനങ്ങളിൽ പൊതുജന രോഗങ്ങളെക്കുറിച്ചും അതിന്റെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചുമുള്ള അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ വർഷവും ഓഗസ്റ്റ് 20-നാണ് കൊതുക് ദിനാചരണം നടത്തുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വിവിധ കൊതുകുജന്യ രോഗങ്ങൾ, അവയുടെ പ്രതിരോധ മാർഗങ്ങൾ, വിവിധ എക്യുപ്മെന്റ്സുകൾ എന്നിവയെക്കുറിച്ചുള്ള പ്രദർശനം ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ആശാ പ്രവർത്തകർക്കും അങ്കണവാടി പ്രവർത്തകർക്കും വേണ്ടി ബോധവൽക്കരണ ക്വിസ് സംഘടിപ്പിച്ചു. കൂടാതെ അൻസാർ കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബ്, ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും വിദ്യാർത്ഥികളും അണിനിരന്ന വിളംബര റാലി എന്നിവയും ഉണ്ടായി. വോട്ടുകൊള്ളയ്ക്കെതിരെ പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണയുമായി എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച് നടത്തി. മങ്ങാട് സെന്ററിൽ നിന്നും കുണ്ടന്നൂർ ചുങ്കം സെന്ററിലേക്ക് നടത്തിയ നൈറ്റ് മാർച്ച് DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷനായി. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, DCC എക്സിക്യൂട്ടീവ് അംഗം PS സുനീഷ്, ബ്ലോക്ക് ഭാരവാഹികളായ MK ജോസ്, NK കബീർ, MM സലീം, CG ജോൺ, K ഗോവിന്ദൻകുട്ടി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സഫീന അസീസ്, MC ഐജു തുടങ്ങിയവർ സംസാരിച്ചു. സമാപന സമ്മേളനം K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഫ്രിജോ വടക്കൂട്ട്, ഷാജൻ കുണ്ടന്നൂർ, സുജാത തുളസി, റീന വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനാധിപത്യ മൂല്യങ്ങളെ തകർക്കുന്ന, ഇന്ത്യയിലെ മതേതരത്വം തകർക്കുന്ന, ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് സാധ്യതകളെ നശിപ്പിക്കുന്ന പദ്ധതികളുമായി ഇന്ത്യയിൽ ഏകാധിപത്യ ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിക്കെതിരായി, നരേന്ദ്രമോദി കൊണ്ടുവരുന്ന നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും എതിരായി അദ്ദേഹം നടത്തുന്ന, ഇന്ന് ഏറ്റവും കൂടുതൽ നടത്തുന്ന വോട്ട് കൊള്ളയ്ക്കെതിരായി കേരളത്തിലെയും ഇന്ത്യയിലെയും മുഴുവൻ ജനങ്ങളും, മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇന്ന് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് വരവൂർ പഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ കൂർക്ക വിളവെടുപ്പ് തുടങ്ങി. വരവൂർ ഗോൾഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന കൂർക്കയ്ക്ക് സംസ്ഥാനത്തിനകത്തും പുറത്തും വിദേശത്തും വൻ ഡിമാൻഡാണ്. മണ്ണിന്റെ സവിശേഷതയും ജൈവകൃഷിരീതിയുമാണ് വരവൂരിന്റെ കൂർക്കയ്ക്ക് ആവശ്യക്കാർ കൂടുന്നത്. വരവൂരിലെ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളും വ്യക്തികളും ഏക്കർ കണക്കിന് സ്ഥലത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. 10 ഏക്കറിൽ വരെ കൃഷി ചെയ്ത കർഷകരുമുണ്ട്. സ്വന്തം സ്ഥലത്തും പാട്ടത്തിനടുത്തുമാണ് കൃഷി ചെയ്യുന്നത്. സീസണിൽ ദിവസവും 5 മുതൽ 10 ലോഡ് വരെ കയറ്റുമതിയുണ്ട്. കൂർക്ക കിലോഗ്രാമിന് ഇപ്പോൾ 130 മുതൽ 150 വരെ വിലയുണ്ട്. കൂർക്ക കട്ട്ലറ്റുകളും കൂർക്ക പഫ്സുമൊക്കെ മെട്രോ നഗരങ്ങളിലെ സൂപ്പർ മാർക്കറ്റുകളിലെ ചൂടേറിയ വിഭവങ്ങളാണ്. ഒരേക്കറിൽ നിന്ന് കൃഷി ചെലവ് കഴിഞ്ഞ് 1.5 ലക്ഷം രൂപ വരെ കർഷകന് ലഭിക്കും. നല്ല വിലയുള്ള സീസണിൽ ഇത് 1 ലക്ഷം രൂപ വരെയാകും. കൂർക്ക കൃഷിയുടെ പ്രോത്സാഹനത്തിനും കൂർക്ക കൊണ്ടുള്ള വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതിനുമായി വരവൂർ പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി ഓണനാളുകളിൽ 3 ദിവസത്തെ കൂർക്കച്ചന്തയും നടത്താറുണ്ട്. വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ കീഴിൽ JLGക്കാർ നടത്തുന്ന നിള JLG ഗ്രൂപ്പ് നടത്തുന്ന കൂർക്ക കൃഷിയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വരവൂർ ഗോൾഡ് എന്നറിയപ്പെടുന്ന ഈ കൂർക്ക നമ്മുടെ സംസ്ഥാനതല വിപണന മേളയിലേക്കാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടത്തുന്നത്. അതിൽ സംസ്ഥാന തലത്തിൽ തന്നെ നമുക്ക് ഒരു സ്റ്റാള്, വരവൂരിൻ്റെ സ്റ്റാളുണ്ട്. ചങ്ങാലിക്കോടനും അതുപോലെ തന്നെ കൂർക്കയും വിറ്റഴിക്കുന്നതിനുള്ള സ്റ്റാള്, പ്രത്യേക സ്റ്റാള് ജില്ലാ മിഷൻ ഒരുക്കി തന്നിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ കൂർക്ക നമ്മളിപ്പോൾ വിളവെടുപ്പ് നടത്തിയിരിക്കുന്നത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കുന്നംകുളം വെസ്റ്റ് മേഖലാ സമ്മേളനം നടന്നു. വൈശ്ശേരി വെസ്റ്റ് ഗേറ്റ് ഹബ് ഹാളിലെ ഭാഗ്യലക്ഷ്മിയമ്മ നഗറിൽ നടന്ന സമ്മേളനം ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് പുഷ്പ ജോൺ, ഏരിയ കമ്മിറ്റി അംഗം വിദ്യ രഞ്ജിത്ത്, CPIM ഏരിയ കമ്മിറ്റി അംഗം PM സുരേഷ്, PG ജയപ്രകാശ്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജിന്നി, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറിയായി അനിത സുകുമാരനെയും പ്രസിഡന്റായി സൗമ്യ അനിലിനെയും ട്രഷററായി റെജി ബിജുവിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു.
അമല കോളേജ് ഓഫ് നഴ്സിംഗിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഞാലിക്കര OIT പബ്ലിക് സ്കൂളിൽ സപ്തദിന ക്യാമ്പ് ആരംഭിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അമല കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ പ്രൊഫസർ രാജി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. OIT പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സുമ അച്യുതൻ, NSS പ്രോഗ്രാം കോർഡിനേറ്റർ K. ഡോൺ ജോസ്, വിദ്യാർത്ഥി പ്രതിനിധി ഏഞ്ചൽ ഡേവിസ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ OIT സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് നടക്കും. ആയുർവേദ, ഹോമിയോ, ENT, ഒഫ്താൽമോളജി സേവനങ്ങൾ ക്യാമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. തണ്ടിലം സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഞായറാഴ്ച രക്തദാന ക്യാമ്പ് നടക്കും. ചാവക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കായി കലോത്സവം സംഘടിപ്പിച്ചു. ചലച്ചിത്ര സംവിധായകനും സഹകരണ വകുപ്പ് സീനിയർ ഇൻസ്പെക്ടറുമായ സൈജോ കണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KK മുബാറക്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷാഹിന സലിം, അബ്ദുൾ റഷീദ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, ICDS സൂപ്പർവൈസർ ദീപ PV, ബഡ്സ് സ്കൂൾ അധ്യാപിക TG ഗൗതമി എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഭിന്നശേഷി കുട്ടികൾ, രക്ഷിതാക്കൾ, അംഗൻവാടി അധ്യാപകർ തുടങ്ങിയവർ കലോത്സവത്തിൽ പങ്കെടുത്തു. ഓണാഘോഷവും ഓണസദ്യയും ഒരുക്കിയിരുന്നു. BJP തൃശൂർ നോർത്ത് ജില്ലയുടെ നേതൃത്വത്തിൽ നടന്ന അയ്യങ്കാളി ജന്മദിനാഘോഷം വേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ SC മോർച്ച നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഭിലാഷ് തയ്യൂർ ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതി മോർച്ച മുൻ മണ്ഡലം പ്രസിഡന്റ് ബാബു ആദൂർ അധ്യക്ഷനായി. BJP മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യൂർ, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. സനിൽകുമാർ, ഇൻചാർജ് സുഭാഷ് ആദൂർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മുകുന്ദൻ വേലൂർ എന്നിവർ സംസാരിച്ചു. ആനന്ദൻ കാഞ്ഞിരക്കോട് സ്വാഗതവും ബിനു വേലൂർ നന്ദിയും പറഞ്ഞു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കുന്നംകുളം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് M. റീന പോൾ അധ്യക്ഷത വഹിച്ചു. VC ജോയ്സി, KJ ജോഷി, N. രംഗീഷ്, സുനിത ജോഷി, VF ജോസഫ്, VP അൻസാർ, KA മിനി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ വായ്പയ്ക്ക് വേണ്ടിയാണോ ആ വിദ്യാഭ്യാസ വായ്പ നൽകാൻ, വിവാഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ അത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വായ്പകൾ നൽകിക്കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ ഇന്ന് നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ പാതയിലാണ്. ഈ ഓണം അടുക്കാതായ ഈ സമയത്ത് ഒരു നാടിന് വേണ്ടി പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിന് മുമ്പിൽ ഇതുപോലുള്ള ഒരു ധർണ സംഘടിപ്പിക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഗുരുവായൂരിൽ നടന്ന പണ്ഡിതരത്നം KP നാരായണ പിഷാരോടി 116ാം ജയന്തി ആഘോഷം ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തിയും ഓദിക്കനുമായ കക്കാട് ദേവദാസ് നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പിഷാരടി സമാജം കേന്ദ്ര മുഖ്യ രക്ഷാധികാരി KP ബാലകൃഷ്ണൻ അധ്യക്ഷനായി. ഭക്തസമിതി ജനറൽ സെക്രട്ടറി സജീവൻ നമ്പിയത്ത്, ഗുരുവായൂർ ദേവസ്വം കൃഷ്ണനാട്ടം സൂപ്രണ്ട് ഡോക്ടർ മുരളി പൊറാട്ടുകര, പ്രഭാഷകൻ ഡോക്ടർ V. അച്യുതൻകുട്ടി, ഗുരുവായൂർ ദേവസ്വം റിട്ടയർഡ് ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ R. നാരായണൻ, KP കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു. പ്രശ്നോത്തരി മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പൊന്നോണക്കാലം ആഘോഷമാക്കി നാട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റു കൂട്ടായ്മകളുടെ നേതൃത്വത്തിലും വിവിധ പൊതുസ്ഥാപനങ്ങളിലും വർണ്ണാഭമായ ഓണാഘോഷ പരിപാടികൾ നടന്നു. ഓണം വിപണികളും സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. ചൊവ്വന്നൂർ സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ വർണ്ണശബളമായ ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച ഓണാഘോഷ പരിപാടി പ്രധാനാധ്യാപിക ഡോക്ടർ സിസ്റ്റർ വിന്നി, സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ തോമസ് ചൂണ്ടൽ, PTA പ്രസിഡന്റ് ജോജി വർഗീസ്, MPTA പ്രസിഡന്റ് അനിത, മാവേലിമാരും ചേർന്ന് ഓണാഘോഷത്തിന് തിരി തെളിയിച്ചു. പ്രൗഢഗംഭീരമായ ഓണാഘോഷ പരിപാടിയിൽ മാവേലി മത്സരം, മലയാളി മംഗ മത്സരം, പൂക്കള മത്സരം, വടംവലി, ഓണപ്പാട്ട്, വഞ്ചിപ്പാട്ട് തുടങ്ങിയ മത്സരങ്ങളോടൊപ്പം ഓണത്തിന്റെ ദൃശ്യാവിഷ്കാരം നടന്നു. തുടർന്ന് ഓണസദ്യയും ഓണപ്പായസവും കുട്ടികളും അധ്യാപകരും PTA അംഗങ്ങളും ഒരുമിച്ച് കഴിച്ച് ഓണാഘോഷം സമാപിച്ചു. പോർക്കുളം MKM UP സ്കൂളിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. PTA പ്രസിഡന്റ് രതീഷ് KK അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. അഭിമന്യ സിറിൽ മാർ ബെസേലിയോസ് മെത്രാപ്പോലിത്ത മുഖ്യാതിഥിയായിരുന്നു. സഭാ ട്രസ്റ്റി ഗീവർ മാണി, സഭാ സെക്രട്ടറി ബിനോയ് മാത്യു, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ, ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, MPTA പ്രസിഡന്റ് ശരണ്യ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. പുലിക്കളി, മഹാബലി, വാമനൻ, മലയാളി മംഗ, ഓണപ്പാട്ട്, കേരളപുരുഷൻ എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. MPTA പ്രതിനിധികളുടെ തിരുവാതിര, കുട്ടികളുടെ ഓണവുമായി ബന്ധപ്പെട്ട ഊഞ്ഞാലാട്ടം,
വള്ളംകളി, തുമ്പിത്തുള്ളൽ, വടംവലി, തിരുവാതിര തുടങ്ങിയ പരിപാടികളും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു. പ്രധാനാധ്യാപിക സ്റ്റെനി കെ സ്റ്റീഫൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ലിജോ മാസ്റ്റർ നന്ദി പറഞ്ഞു. പഴഞ്ഞി മാർ ബസേലിയോ സ്കൂളിൽ ഓണാഘോഷം വർണ്ണാഭമായി. എല്ലാവരും ഒത്തൊരുമിച്ച് ഓണപ്പൂക്കളം ഒരുക്കി ഓണാഘോഷത്തിന് തുടക്കം കുറിച്ചു. മാവേലിയും വാമനനും മലയാളി മംഗമാരും താലപ്പൊലിയുടെ അകമ്പടിയോടെ വേദിയിൽ അണിനിരന്നു. തുടർന്ന് ഓണക്കളികളും കുട്ടികളുടെ ഓണപ്പാട്ടും നൃത്താവതരണവും ഉണ്ടായി. 200ഓളം വിദ്യാർത്ഥിനികൾ പങ്കെടുത്ത മെഗാ തിരുവാതിരയും അമ്മമാരുടെ തിരുവാതിരക്കളിയും പരിപാടിക്ക് മാറ്റുകൂട്ടി. സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ആന്റണി പൗലോസ് ഓണസന്ദേശം നൽകി. പ്രധാന അധ്യാപകൻ ജിബ്ലസ് ജോർജ് സ്വാഗതം പറഞ്ഞു. PTA വൈസ് പ്രസിഡന്റ് സോണി സക്കറിയ, MPTA പ്രസിഡന്റ് ജൂബി സജി, പള്ളി സെക്രട്ടറി ജെയ്സൺ ചീരൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു. അധ്യാപകരായ ഫെമി വർഗീസ്, ലിൻസി പി ജോസ്, സിസി KT, റഹ്മത്ത് VA, സരുൺ K സൈമൺ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ കരുതൽ ഓണം സംഘടിപ്പിച്ചു. സ്കൂളിൽ പോകാൻ സാധിക്കാത്ത ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കും സ്കൂൾ ചുറ്റുവട്ടത്ത് തനിച്ച് താമസിക്കുന്ന വയോജനങ്ങൾക്ക് ഓണക്കോടിയും ഓണസദ്യയും ഒരുക്കി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിന് വീൽചെയർ സമ്മാനിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ വീൽചെയർ ഏറ്റുവാങ്ങി. ഇതോടൊപ്പം പുസ്തക ചലഞ്ചിലൂടെ സംഘടിപ്പിച്ച 6000 രൂപയുടെ പുസ്തകങ്ങളും സ്കൂൾ ലൈബ്രറിക്ക് കൈമാറി. വളണ്ടിയർമാർ ചിപ്സ് ചലഞ്ചിലൂടെ സമ്പാദിച്ച തുക ഉപയോഗിച്ചാണ് കരുതൽ ഓണം സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പ്രിൻസിപ്പൽ VB ശ്യാം, PTA പ്രസിഡന്റ് P മണികണ്ഠൻ, NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജ ശശിധരൻ, വളണ്ടിയർ ലീഡർമാരായ PN ആദിഷ, എബിൻ T ബിജു, ഋത്വ തരകൻ, KR ശ്രേയസ് എന്നിവർ നേതൃത്വം നൽകി. കൂനമുച്ചി പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഓണത്തിനോടനുബന്ധിച്ച് പതിവ് പോലെ ഓണക്കോടി വിതരണം ചെയ്തു. തുടർച്ചയായി 15ാം വർഷമാണ് പൗരസമിതിയുടെ നേതൃത്വത്തിൽ ഓണക്കോടി വിതരണം നടത്തുന്നത്. കൊള്ളന്നൂർ തോമക്കുട്ടി റാഫേലിന് ഓണക്കോടി നൽകിക്കൊണ്ട് കൂനമുച്ചി ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് അധ്യക്ഷനായി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം A കൃഷ്ണൻ, കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK ചിന്ത, പാലിയേറ്റീവ് സിസ്റ്റർ സരള, പൗരസമിതി സെക്രട്ടറി PC മാർട്ടിൻ, പൗരസമിതി അംഗങ്ങളായ അൽഫോൺസ് മുട്ടർ, ഡൊമിനിക് ജെൻസൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജോലിക്ക് പോകാൻ സാധിക്കാത്ത കണ്ടാണശ്ശേരി ചൂണ്ടൽ പഞ്ചായത്തിലെ 150ലധികം പേർക്കാണ് ഈ വർഷം ഓണക്കോടി വിതരണം നടത്തിയത്. ഓണം, ഈസ്റ്റർ, വിഷു തുടങ്ങിയ ആഘോഷങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തും പൗരസമിതി വർഷങ്ങളായി സേവനരംഗത്ത് സജീവമാണ്. എളവള്ളിയിൽ കുടുംബശ്രീ ഓണം വിപണനമേള ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണ വിപണനമേളയ്ക്ക് തുടക്കമായി. 5 ദിവസം നീണ്ടുനിൽക്കുന്ന ചന്തയിൽ നാടൻ പച്ചക്കറികൾ, തുണിത്തരങ്ങൾ, അച്ചാറുകൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് വിപണനത്തിനായി സജ്ജമാക്കിയിട്ടുള്ളത്. ചിറ്റാട്ടുകരയിലെ എളവള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിലാണ് വിപണനമേള ആരംഭിച്ചിട്ടുള്ളത്. വിപണനമേളയുടെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. ജനപ്രതിനിധികളായ ലിസി വർഗീസ്, സീമ ഷാജു, ജീന അശോകൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CS രശ്മി, CDS ചെയർപേഴ്സൺ ഷീല മുരളി, വൈസ് ചെയർപേഴ്സൺ സലീജ ഷമീർ എന്നിവർ സംസാരിച്ചു. പഠനത്തോടൊപ്പം വരുമാനവും എന്ന ആശയത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥിനികൾ ചിത്രപ്പണികൾ ചെയ്ത് തയ്യാറാക്കിയ കേരളീയ തനത് വസ്ത്രങ്ങൾ ധരിച്ച് ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ വിദ്യാർത്ഥിനികളും അധ്യാപകരും ഓണാഘോഷത്തിൽ പങ്കുചേർന്നു. ലിറ്റിൽ ഫ്ലവർ സെന്റർ ഫോർ ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥിനികൾക്ക് ഫാബ്രിക് പെയിന്റിലും മ്യൂറൽ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള വ്യത്യസ്ത രീതികളിലും പരിശീലനം നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് വിദ്യാർത്ഥിനികൾ ചിത്രപ്പണി ചെയ്ത് തയ്യാറാക്കിയ വസ്ത്രങ്ങൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് അധ്യാപകരും വിദ്യാർത്ഥിനികളും വാങ്ങി ഉപയോഗിച്ചത്. പഠനത്തോടൊപ്പം ധനസമ്പാദനശീലം വളർത്തുകയും വിപണിയുടെ സാധ്യതകളെ പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഞാലിക്കര ഒയറ്റ് പബ്ലിക് സ്കൂളിൽ നടന്ന ഓണാഘോഷം സ്കൂൾ പ്രിൻസിപ്പാൾ സുമ അച്യുതൻ, PTA ഭാരവാഹികളും നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരുടെയും കുട്ടികളുടെയും പൂക്കള മത്സരം, തിരുവാതിരക്കളി, ഓണപ്പാട്ട്, ഉറിയടി, വടംവലി തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറി. പ്രിൻസിപ്പൽ സുമ അച്യുതൻ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് ദുൽഫത്ത് അഷ്റഫ്, സെക്രട്ടറി അഞ്ജു കണ്ണൻ, വൈസ് പ്രസിഡന്റ് നിഷ സെൽബൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചൂണ്ടൽ മോഡൽ പഞ്ചായത്ത് സഹകരണ സംഘത്തിന്റെ ഓണച്ചന്ത തുടങ്ങി. സംഘം പ്രസിഡന്റ് ബാലചന്ദ്രൻ പൂലോത്ത് ഉദ്ഘാടനം ചെയ്തു. ഹ്യൂമൻ ലവേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ VA മുഹമ്മദിന് കിറ്റ് കൈമാറി ആദ്യ വിൽപ്പന നടത്തി. CT സക്കറിയ, സുഷ ഫ്രാൻസിസ്, CJ ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മുനിസിപ്പാലിറ്റി 21ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മത്സ്യബന്ധന രംഗത്ത് 50 വർഷത്തിലേറെ പ്രവർത്തിച്ചവരെ ഓണപ്പുടവ നൽകി ആദരിച്ചു.
ഇൻകാസ് ദുബായ് സ്റ്റേറ്റ് സെക്രട്ടറി സി സാദിഖ് അലി ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് KS ദിലീപ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി KK ഹിരോഷ്, PK രാധാകൃഷ്ണൻ, EK മോഹൻലാൽ, KH അഭിനന്ദ്, KK സുഷീന, VM ആഷിഖ് എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണം വിപണനമേള ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന സലീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ റഷീദ്, പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ AV, കുടുംബശ്രീ ചെയർപേഴ്സൺ ജീന രാജീവ്, വൈസ് ചെയർപേഴ്സൺ സാജിദ സലാം, നഗരസഭാ കൗൺസിലർമാർ, ADS അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിച്ച പച്ചക്കറികൾ, പലഹാരങ്ങൾ, പായസം, തുണിത്തരങ്ങൾ, അച്ചാറുകൾ തുടങ്ങിയ വിവിധ ഉൽപ്പന്നങ്ങളാണ് മേളയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 5-ന് അവസാനിക്കുന്ന മേള ചാവക്കാട് നഗരസഭാ പരിസരത്തും ബസ് സ്റ്റാൻഡ് പരിസരത്തുമായാണ് നടക്കുന്നത്. പുന്നൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഓണ വിപണന മേള ആരംഭിച്ചു. സെപ്റ്റംബർ 4 വരെ മേള ഉണ്ടാകും. ഒറ്റേനി സെന്ററിൽ ആരംഭിച്ച മേള കുടുംബശ്രീ ചെയർപേഴ്സൺ അനിത സുരേഷ് അധ്യക്ഷത വഹിച്ചു. പുന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. മെമ്പർമാരായ AK വിജയൻ, വിശ്വനാഥൻ മാസ്റ്റർ, രജനി ടീച്ചർ, റസീന ഉസ്മാൻ, ഷൈബ ദിനേശൻ, സുബൈദ, CDS മെമ്പർമാർ, അഗ്രി ഉദ്യോഗസ്ഥർ, മെമ്പർ സെക്രട്ടറി മിനി CR തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റം സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ബാങ്ക് ഹെഡ് ഓഫീസിൽ സജ്ജമാക്കിയ ഓണച്ചന്തയുടെ ഉദ്ഘാടനം ഗുരുവായൂർ അർബൻ ബാങ്ക് മുൻ ചെയർമാൻ B വേണുഗോപാൽ നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് റൂബി ഫ്രാൻസിസ് അധ്യക്ഷയായി. ഷാജു തരകൻ, NM നൌഷാദ്, അപ്പു ആളൂർ, ജയശങ്കർ, പ്രമോദ് കളത്തിൽ, അഡ്വക്കേറ്റ് PV നിവാസ്, ഗ്ലോറി സജീവ്, ജെൻസി ജെയ്സൺ, KJ ബിജു, സിംസൺ, സെൽവിൻ മറ്റം എന്നിവർ സംസാരിച്ചു. ഓണക്കാലത്ത് വിലവർദ്ധനവ് പിടിച്ചു നിർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഓണച്ചന്ത ആരംഭിച്ചിരിക്കുന്നത്. പലചരക്ക് സാധനങ്ങൾ, പച്ചക്കറികൾ, നാടൻ നീന്ത്രക്കുലകൾ തുടങ്ങിയവ ഓണച്ചന്തയിൽ വിലക്കുറവിലാണ് വിൽപ്പന നടത്തിവരുന്നത്. കുന്നംകുളം ബദനി സെന്റ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിൽ നടന്ന ഓണാഘോഷത്തിൽ ബദനി സെന്റ് മേരീസ് കുരുന്നുകളും സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് അവതരിപ്പിച്ച മെഗാ തിരുവാതിരയോടെ വിശിഷ്ട അതിഥികളെ ഓണാഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്തു. സെന്റ് മേരീസ് നഴ്സറി സ്കൂളിലെ കുരുന്നുകളും സ്റ്റാഫും ചേർന്ന് 100ഓളം പേർ 4 വൃത്തങ്ങളിലായാണ് മെഗാ തിരുവാതിര അവതരിപ്പിച്ചത്. ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, സെന്റ് മേരീസ് നഴ്സറി സ്കൂൾ പ്രധാനാധ്യാപിക റീന ഡേവിസ്, പകൽ വീട്ടിലെ അംഗങ്ങൾ എന്നിവർ ചേർന്ന് ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഓണത്തിന്റെ പ്രധാന കഥാപാത്രങ്ങളായ മഹാബലിയും വാമനനും പുലിക്കളിയുടെ അകമ്പടിയോടെ രംഗപ്രവേശനം ചെയ്തു. തുടർന്ന് കുട്ടികളുടെ പുലിക്കളി, വഞ്ചിക്കളി, ഓണപ്പാട്ടുകൾ, തിരുവാതിരക്കളി, വിവിധ തരം ഓണക്കളികൾ എന്നിവ നടന്നു. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ നടന്ന ഓണാഘോഷം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ J ബിൻസിയും മാവേലിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. വടംവലി, ഉറിയടി, മലയാളി മങ്ക, പായസം വയ്ക്കൽ, പൂക്കളം തുടങ്ങി വിവിധ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു. അധ്യാപക അനധ്യാപകരുടെ കേരളീയ വസ്ത്രങ്ങളിലുള്ള റാംവാക്കും ഉണ്ടായിരുന്നു. തുടർന്ന് ശ്രീഭദ്ര കലാസമിതി അവതരിപ്പിച്ച ശിങ്കാരിമേളവും അരങ്ങേറി. ഇരിങ്ങപ്പുറം അംഗൻവാടിയിലെ കുരുന്നുകളുടെ ഓണാഘോഷം വർണ്ണാഭമായി. ഓണക്കളികളും പൂക്കളവും ഓണസദ്യയുമായി ആഘോഷങ്ങൾ കളറായി. വാർഡ് കൗൺസിലർ സുബിത സുധീർ ഉദ്ഘാടനം ചെയ്തു. മുൻ കൗൺസിലർ അഭിലാഷ് V ചന്ദ്രൻ ഓണ സന്ദേശം നൽകി. സുജാത ഹരിദാസൻ മുഖ്യാതിഥിയായി. അധ്യാപകരായ ആഗ്നസ് ലാസർ, KN സരിത എന്നിവർ നേതൃത്വം നൽകി. കുരുന്നുകളുടെ അമ്മമാരും ആഘോഷങ്ങളുടെ ഭാഗമായി. മനസ്സ് വിധവാ സംഘം ഓണവെളിച്ചത്തിന്റെ ഓണാഘോഷം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നു. മനസ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജയപ്രകാശ് ഇലവന്ത്ര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകൻ ജിന്നി കുരുവിള ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ചെയർമാൻ അനിൽ തെക്കൂട്ട് മുഖ്യപ്രഭാഷണം നടത്തി. സീനിയർ എഡിറ്റേഴ്സ് ഫോറം പ്രസിഡന്റും മാധ്യമപ്രവർത്തകനുമായ ഗിരീഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി. മികച്ച വിധവാ സംഘ പ്രവർത്തകരായ കുമാരി ചന്ദ്രൻ, സീമന്തിനി വിശ്വനാഥൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങിൽ ഓപ്പൺ ഫോർ ന്യൂസ് സബ് എഡിറ്റർ സിന്ധു സലിക്ക് യാത്രയയപ്പ് നൽകി. ജീവകാരുണ്യ പ്രവർത്തകരായ വിശ്വനാഥൻ ചുള്ളിയിൽ, പനങ്ങാട്ട് അയ്യപ്പൻ, മനസ്സ് വിധവാ സംഘം രക്ഷാധികാരി സത്യഭാമ വിശ്വനാഥൻ, കുന്നംകുളം YWCA പ്രസിഡന്റ് പ്രിയ ജിന്നി, സംഗീത അധ്യാപകൻ ഷാജി സുബ്രഹ്മണ്യൻ, CCTV സീനിയർ ന്യൂസ് എഡിറ്റർ ടോണി PS എന്നിവർ ആശംസകളും, വിധവാ സംഘം കുന്നംകുളം മേഖലാ പ്രസിഡന്റ് കുമാരി T ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. വിധവാ സംഘം കൺവീനർ സുനിത ഷൈജൻ നന്ദി പറഞ്ഞു. സംഘാംഗങ്ങളുടെ പൂക്കള മത്സരവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. സമഗ്ര ശിക്ഷ കേരള വടക്കാഞ്ചേരിയുടെ നേതൃത്വത്തിൽ BRC തല ഓണച്ചങ്ങാതി സംഘടിപ്പിച്ചു. മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീഹരിയുടെയും 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീവത്സന്റെയും വീട്ടിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ TP ലോറൻസ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി,
പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം VC ബീന, BRC വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രോഗ്രാം പ്രൊജക്ട് കോർഡിനേറ്റർ CC ജയപ്രഭ, അധ്യാപിക VU പ്രീമ, ബിജോയ്, ലാലി ജോസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും പൂക്കളമൊരുക്കലും ഓണസദ്യയും നടന്നു. വിശാഖം നാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരാഹരൂപത്തിൽ പൂക്കളമൊരുക്കി. ശ്രീജിത്ത് കൃഷ്ണ മെറ്റൽസിന്റെ നേതൃത്വത്തിലാണ് പൂക്കളം ഒരുങ്ങിയത്. അഞ്ഞൂർ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ 8 നോമ്പ് പെരുന്നാൾ സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള തീയതികളിൽ ആഘോഷിക്കും. സെപ്റ്റംബർ 6, 7, 8 തീയതികളിൽ വൈകിട്ട് 5 മണി മുതൽ ഫാദർ അജിത് കൊള്ളന്നൂരിന്റെ നേതൃത്വത്തിൽ അമോനത്ത മിനിസ്ട്രി ധ്യാനം നടത്തും. വൈകിട്ട് 3:30 ജപമാല, 4 മണിക്ക് വിശുദ്ധ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, 5 മണിക്ക് ധ്യാനം, തുടർന്ന് റാസ, നേർച്ച എന്നിവയും ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ജോസഫ് താഴത്തേതിൽ, പേൾവി ജോർജ് അയ്യങ്കുളങ്ങര, അന്നമ്മ ബേബി എന്നിവർ നേതൃത്വം നൽകും. അഖില ലോക ഗുരുവായൂരപ്പ ഭക്തജന സംഘത്തിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂരിൽ സത്സംഗവും തുടർന്ന് നാമജപ സങ്കീർത്തനത്തോടെ ക്ഷേത്രകലാ പ്രദക്ഷിണവും നടന്നു. 400-ൽ പരം ഭക്തർ പങ്കെടുത്ത പരിപാടിക്ക് ആചാര്യൻ കൃഷ്ണസ്വാമി, TV ശ്രീനിവാസൻ, ജഗന്നിവാസൻ, സുബ്രഹ്മണ്യൻ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് ശ്രീചിത്ര ആയുർ യോഗ തീരം നേതൃത്വത്തിൽ അഖിലേന്ത്യാ ഇന്റർ ആയുർവേദ കോളേജ് ക്വിസ് മത്സരം നടത്തുന്നു. ഞായറാഴ്ച രാവിലെ 10-ന് ആരംഭിക്കുന്ന മത്സരം ചാവക്കാട് പോലീസ് SHO VV വിമൽ ഉദ്ഘാടനം ചെയ്യും. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ആയുർവേദ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ V വിജയനാഥ്, ഒല്ലൂർ വൈദ്യരത്നം ആയുർവേദ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ M അർജുൻ എന്നിവർ പ്രശ്നോത്തരി മത്സരം നയിക്കും. ശ്രീചിത്ര ആയുർവേദ ചെയർമാൻ ഡോക്ടർ TV മധുസൂദനൻ, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് വിഭാഗം വൈസ് പ്രസിഡന്റ് രവിവർമ്മ, ഡോക്ടർ പ്രതിഭ മധുസൂദനൻ തുടങ്ങിയവർ സംബന്ധിക്കും. പെരുമ്പിലാവ് അൻസാർ ക്യാമ്പസിൽ ആരംഭിക്കുന്ന മലർവാടി ടീൻ ഇന്ത്യയുടെ ഉദ്ഘാടനം സംസ്ഥാന സമിതി അംഗം ഫൈസൽ തൃശൂർ നിർവഹിച്ചു. പ്രിൻസിപ്പാൾ EM ഫിറോസ് അധ്യക്ഷത വഹിച്ചു. അൻസാർ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ നജീബ് മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മലർവാടി ടീൻ ഇന്ത്യയുടെ മികച്ച സംസ്ഥാന അവാർഡ്, മികച്ച സയൻസ് പ്രോജക്ട് അവാർഡ്, മാഗസിൻ അവാർഡ് എന്നിവ വിതരണം ചെയ്തു. സംസ്ഥാന തലത്തിൽ മികച്ച മലർവാടി കോർഡിനേറ്റർ അവാർഡ് ലഭിച്ച ഷാഹിദ KP, ടീൻ ഇന്ത്യ മികച്ച കോർഡിനേറ്റർ അവാർഡ് നേടിയ അസീസ് TP എന്നിവരെ സ്കൂൾ അധികൃതർ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. വൈസ് പ്രിൻസിപ്പാൾ ഷൈനി ഹംസ, ടീൻ ഇന്ത്യ ജനറൽ ക്യാപ്റ്റൻ മുഹമ്മദ് റയ്യാൻ എന്നിവർ സംസാരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 9,620 രൂപ, പവന് 76,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 128 രൂപ. ചരമം. കുന്നംകുളം പടിഞ്ഞാറങ്ങാടി താമസിക്കുന്ന പനക്കൽ ഉട്ടൂപ്പ് മകൻ ഡെന്നി നിര്യാതനായി. 70 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടക്കും. ലിസി ഭാര്യയും മിഥു, ഗ്രിഗറി എന്നിവർ മക്കളുമാണ്. തയ്യൂർ അറക്കൽ വീട്ടിൽ വറീദ് ഫ്രാൻസിസ് നിര്യാതനായി. 93 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച വൈകിട്ട് 3-ന് തയ്യൂർ നിത്യസഹായ മാതാ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. പരേതയായ സാറയാണ് ഭാര്യ. ജോസ്, മേരി, ലോബി, ലയോണി, വർഗീസ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേച്ചേരി മേഖലയിൽ വീണ്ടും ബസ് അപകടം. സ്വകാര്യ ബസും KSRTC ലോ ഫ്ലോർ ബസും കൂട്ടിയിടിച്ച് 15 പേർക്ക് പരിക്കേറ്റു. KSRTC ഡ്രൈവറുടെ നില ഗുരുതരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തത്തോടെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയായ സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമം പദ്ധതിക്ക് എടക്കഴിയൂരിൽ തുടക്കമാകുന്നു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ശിലാസ്ഥാപനം നിർവഹിച്ചു. സംസ്ഥാന പാതയിൽ പാറയമ്പാടം മേഖലയിൽ പൈപ്പ് പൊട്ടി റോഡ് തകരുന്നത് ശാശ്വതമായി ഒഴിവാകുന്നു. KSTP കുറ്റിപ്പുറം തൃശൂർ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പാറയമ്പാടത്ത് പൊട്ടിയ പൈപ്പ് നിലവിൽ ഉപയോഗിച്ചു വരുന്ന പഴയ ലൈനിലേതാണെന്നും പുതിയ പൈപ്പ് ലൈനിലേക്ക് കണക്ഷൻ നൽകുന്നതോടെ ഈ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നും KSTP അധികൃതർ. പഴഞ്ഞിയിൽ ഗവൺമെന്റ് സ്കൂളിന് സമീപം റോഡിൽ കോൺക്രീറ്റ് മിക്സിംഗ് ലോറി ചെരിഞ്ഞു. വലിയ അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക്. റോഡിലെ അപകടസ്ഥിതി ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
തോലത്തുപറമ്പിൽ മനോഹരന്റെ 1ാം ചരമവാർഷികം ആചരിക്കുന്നു. പരേതിന്റെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.